Good afternoon. My name is Tina James and I'm a member of GTech. ഇന്ന് we are here to celebrate Permutate. Permutateൻ്റെ 5th edition ആണ് നമ്മളിവിടെ ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നത്. മ്യൂലേണിൻ്റെ ആനുവൽ ഇവൻ്റ് ആണ്. മ്യൂലേൺ ഒരു GTech ഇനിഷ്യേറ്റീവ് കഴിഞ്ഞ 5 വർഷമായിട്ട് കോളേജസിൽ ഓൾമോസ്റ്റ് 400+ കോളേജസിൽ ആക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. 45,000 students are a part of our community, and today we have students കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരയ്ക്കും ഓൾമോസ്റ്റ് 2000 സ്റ്റുഡൻസ് ആണ് ഇന്ന് ഈ ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഇവൻറ്റ്സിൻ്റെ മേജർ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ സോൺ ഉണ്ട് റൈറ്റ് ഹിയർ വേർ വി ഹാവ് 150 യങ് അച്ചീവേഴ്സ് ഫ്രം ഓൾ ഓവർ കേരള. അപ്പോൾ അവർ സ്റ്റുഡൻസ് സ്കൂൾ സ്റ്റുഡൻസ് തൊട്ട് കോളേജ് സ്റ്റുഡൻസ് who are come here to showcase their products. അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്നോവേഷൻസും അവർ ബിൽഡ് ചെയ്ത പ്രോഡക്ട്സും കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ടിങ്കർ ഹബ്, IEEEയുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ പല കമ്മ്യൂണിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ അവരുടെ ഷോക്കേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വി ഹാവ് ആസ് എ പാർട്ട് ഓഫ് മ്യൂലേൺസ് ആക്ടിവിറ്റീസ് വി ഹാവ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഓവർ ഹിയർ for students who are interested in design, in hardware, in management, in software development. അപ്പോൾ അവർക്കുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഇതല്ലാതെ നമ്മൾ the whole notion behind Mulearn is that if we are able to provide our students with constructive alternative engagement paths, പിന്നെ അവർ ഡ്രഗ്സിലോട്ട് തിരിയത്തില്ല. അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റുഡൻസ് വളരെ ഡ്രഗ്സ് വളരെ സബ്സ്റ്റൻസ് അബ്യൂസ് പറയുന്ന ഒരു സമയത്ത് Mulearn is creating alternative engagement pathways which allow students to create innovations, which allow students to engage in civic sense and contribute towards a society. Today we also have expert panel discussions. നമ്മൾ ഗവൺമെൻറ് stakeholders, ഇൻഡസ്ട്രി, NGOs, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പല ഗ്രൂപ്പ്സ് ഒരുമിച്ച് കൂടുന്നുണ്ട് ടു കൊളാബറേറ്റ്. നമുക്ക് എങ്ങനെയാണ് കേരളത്തിലെ സബ്സ്റ്റൻസ് അബ്യൂസ് പ്രോബ്ലം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് വി ബിലീവ് ദാറ്റ് ecosystems and communities like Mulearn play a very large role in controlling and encouraging the youth of today. നമസ്കാരം, എൻ്റെ പേര് ആദിദേവ് ജയചന്ദ്രൻ. എൻ്റെ പേര് ആകാശ് നായർ. എൻ്റെ പേര് സാരംഗ്. നമ്മൾ സ്കൂളിൽ നിന്ന് കൈറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ ഉപയോഗം ഇതിലെ പ്രധാന ഭാഗങ്ങൾ സ്വിച്ച്, ലൈറ്റ്, സെൻസർ, സ്പീക്കർ കൂടാതെ PVC പൈപ്പും. ഇതുപയോഗിച്ച് നടക്കുന്ന അന്ധനായ വ്യക്തിക്ക് തൻ്റെ സഞ്ചാരപാതയിൽ സുഖകരമായി നടക്കാനും അപകടങ്ങൾ വരാതെ സൂക്ഷിക്കാനുമാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് ഓണാക്കുന്നത് കൂടി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ഇതുപയോഗിച്ച് നടക്കുന്ന ഒരു അന്ധനായ വ്യക്തിക്ക് 1.5 മീറ്റർ അകലെയുള്ള തടസ്സങ്ങളെ സെൻസറിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതിലൂടെ സ്റ്റിക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉച്ചത്തിലുള്ള അലാറം വഴി തെറ്റായ ദിശയിൽ നിന്നും ശരിയായ മാർഗത്തിലൂടെ ആ വ്യക്തിക്ക് സഞ്ചരിക്കാനും കഴിയുന്നു. എൻ്റെ പേര് GGHSS കോട്ടൺ ഹില്ല് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പേര് സ്വാതി. നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. യാത്ര സൈക്കിള് എന്റെ അമ്മയ്ക്ക് തോന്നാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ഇതൊരു അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതേപോലെ 4 to 6 റെയിൽസോളം ഒരു ബസ്സിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു റെയിലിൽ ഒരു സൈക്കിള്, അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ നോക്കിയേക്കുന്നത്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു വലിയ ഒരു ടൈപ്പാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് സൈക്കിള് ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു റെയിലാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഈ വൈറ്റ് കളർ എന്നുള്ളത് നമ്മൾ സൈക്കിൾ അറ്റാച്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെ നമുക്ക് താഴോട്ടും മുകളോട്ടും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് പുള്ളി സിസ്റ്റം വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ കറക്കി താഴോട്ട് കൊണ്ടുപോയിട്ട് ഒരു റാമ്പ് പോലത്തെ രീതിയിൽ വരും.
എന്നിട്ട് അന്നേരം ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുമ്പോൾ അന്നേരം നമ്മുടെ സൈക്കിളിൻ്റെ വീലിങ്ങനെ ഉരുട്ടി കയറ്റി വീലിനാണെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ വീണ്ടും കറക്കി മുകളിൽ ഒരു ഹൈറ്റിലോട്ട് കൊണ്ടുവച്ച് അവിടെ വെച്ച് ലോക്ക് ചെയ്യും. അവിടെ വെച്ച് ലോക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോളിനോട് ലോക്ക് വെച്ചാണ് ലോക്ക് ചെയ്യുന്നത്. അതായത് ഈ പ്ലാറ്റ്ഫോമിനെ മുകളിലോട്ട് വന്നിട്ട് അവിടെ ഫ്രണ്ടിൽ പോർഷനിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും വേറെ മൂവ്മെന്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഫർദർ തെഫ്റ്റ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. ഇതിവിടെ മാനുവലി തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഇതിങ്ങനെ കറക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മോളിൽ വെച്ച് തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിന് കറക്കിയാലും താഴോട്ടും മുകളോട്ടും പോകത്തില്ല, അൺലോക്ക് ചെയ്തില്ല. അപ്പോൾ ഈ സോളിനോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബസ്സിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ കണ്ടക്ടറിൻ്റെ കയ്യിലുള്ള മൊബൈൽ ആപ്പ് വഴിയായിരിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഒന്നാമത്തെ റെയിലാണ് അല്ലെങ്കിൽ റെയിലാണ് സൈക്കിൾ വെച്ചതെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കണ്ടക്ടർ ആപ്പ് വഴി അൺലോക്ക് ചെയ്യുകയും ലോക്ക് ചെയ്യുകയും എൻ്റെ പേര് അഭിനന്ദേസ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാട് പൂത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യിക്കുന്ന വെച്ചൊരു എ ആണ്. അപ്പോൾ നമ്മുടെ എയുടെ പേര് പീക്കു എ സിസ്റ്റം എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പീക്കു, ഒരു എ ബേസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റമാണ്. അപ്പം നമ്മുടെ പീക്കു ഇപ്പം നമ്മുടെ കൈയാണ് കള്ളനെങ്കിൽ ഇപ്പം നമ്മുടെ കൈ കണ്ട പീക്കു തീഫ് ഡിക്റ്റേറ്റഡ് റിയാക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഈ മൊഡ്യൂളിലുള്ള ക്യാമറ നമ്മുടെ കൈയിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് തിരിയുകയും ചെയ്യും. പിന്നെ നമ്മളിവിടെ ഒരു LDR സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കള്ളന്മാർ മതിലടി വരുമ്പോഴും ഗേറ്റ് പാസ് ചെയ്ത് വരുമ്പം ഇപ്പം കള്ളം പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ബസർ അലർട്ട് ചെയ്യും, ഇവിടെ ലൈറ്റ് കത്തുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഏരിയയിലൊക്കെ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുഡ് പ്രോജക്റ്റാണ്. അപ്പം നമ്മളിത് ചെയ്തിരിക്കുന്നത് പിക്ടോ ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ അവയർനെസ്സിലാണ്. അപ്പോൾ ഇതൊരു എ ആണ്. അപ്പോൾ നമ്മൾ പിക്ടോ ബ്ലോക്സിൽ ബ്ലോക്ക് കോഡിങ്സ് കൊടുത്തിട്ട് അത് നമ്മുടെ ആർഡിനോ യൂനോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണ നമ്മുടെ ആർഡിനോ കിറ്റ് ഉണ്ട്. അപ്പോൾ ആ കിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് വൈഗ എൻ പ്രശാന്ത് എന്നാണ്. ഷീസ് ഫാത്തിമ നസ്രി ടീച്ചർ ആൻഡ് ഷീസ് തങ്കലക്ഷ്മി. അപ്പോൾ ഈ ഒരു കുഞ്ഞ് പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ബ്ലൂ റൈഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞ് റോബോട്ട് കാറിനെ നമ്മുടെ മൊബൈലിലൊരു ആപ്പ് വഴി ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 ഡയറക്ഷൻ ഉണ്ട്: ഫോർവേഡ്, ബാക്ക്വേർഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ ടോയ്സ് ഉണ്ടാക്കാനും പിന്നെ അസിസ്റ്റീവ് ടെക്നോളജിയിലൊക്കെ നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് മൊഡ്യൂൾ, ആർഡിനോ യൂണോ, പിന്നെ ജംബോ വയേഴ്സും മോട്ടോർ ഷീൽഡ്, പിന്നെ 4 മോട്ടേഴ്സ്, അതുപോലെ തന്നെ 4 വീൽസ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആനന്ദു, ഇവൻ്റെ പേര് ദേവസൂര്യ. നമ്മൾ ടെക്നിക്കൽ ഹൈസ്കൂൾ ശ്രീയാറ്റിൽ നിന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ റിവർ വാട്ടർ വേസ്റ്റ് കളക്ടിങ് മെഷീനാണ്. റിവർ വാട്ടർ, പോണ്ട് അങ്ങനെയുള്ള എല്ലാ വാട്ടർ ബോഡീസിലും സോൾഡായിട്ട് പൊങ്ങിക്കിടക്കുന്ന എല്ലാ വേസ്റ്റും നമുക്കിത് വെച്ച് എടുക്കാൻ പറ്റും. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിലെ കൺവേർട്ടബിൾ ബെൽറ്റ് കറങ്ങുമ്പോൾ സോൾഡായിട്ടുള്ള വേസ്റ്റ് ഇതിലോട്ട് കയറിക്കോളും. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഒരു ബ്ലൂടൂത്ത് കൺട്രോളറുണ്ട്. ബ്ലൂടൂത്ത് കൺട്രോളർ വഴിയാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് കൺട്രോൾ കണക്ട് ആകുമ്പോൾ അവിടെ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ആവും. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് സ്റ്റോപ്പായി. വർക്കിംഗ് കാണിച്ചു തരാം. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ കൺവേർട്ടർ ബെൽറ്റ് വർക്കാവും. പിന്നെ ഇതിൽ ഫോർവേഡ് ബാക്ക്വേഡ് പോകുന്ന 2 ടർബൈൻ മോട്ടറുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ആർഡിനോ, 3 ഡ്രൈവ്, ഒരു ബ്ലൂടൂത്ത് കൺട്രോള്, ഒരു 7 ആംപിയറിൻ്റെ ബാറ്ററിയും ഒരു 6 ആംപിയറിൻ്റെ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ളത് മൊത്തം 4 മോട്ടറാണ്. 2 പുള്ളി മോട്ടറും ഒരു ടർബൈൻ മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. Okay. So any other questions? Oh, okay. This is the crucial one.
ടിങ്കർ ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളയിൽ ടെക് ഇൻട്രസ്റ്റ് ഉള്ള ടെക് എന്തൂസിയാസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് കേരളയിൽ ലോട്ട് ഓഫ് ക്യാമ്പസുകളിൽ ടിങ്കർ ഹബിൻ്റെ ക്യാമ്പസ് ചാപ്റ്റേഴ്സ് ഉണ്ട്. IEEE അതുപോലെ തന്നെ EDC പോലത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് ടിങ്കർ ഹബ്. ടിങ്കർ ഹബിൻ്റെ ഒരു ഫിസിക്കൽ സ്പേസ് ആണ് ടിങ്കർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ടിങ്കർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് പ്രോജക്റ്റൊക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്ന് വെച്ചാൽ, അതായത് സപ്പോസ് ദർ ഇസ് എ സ്പേസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പൺ ആണ്, എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. വൈഫൈ ഉണ്ട്, ഫ്രീ വൈഫൈ. അതുപോലെ തന്നെ ദർ ആർ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ അപ്പുറത്ത് നിന്ന് പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നു. മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലത്തെ ഒരു സ്പേസാണ് ടിങ്കർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടിങ്കർ സ്പേസ് ഇസ് ഓപ്പൺ മേക്കർ സ്പേസ്, 24/7 ഓപ്പൺ ആണ്. അതുപോലെ തന്നെ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് GPU 3D പ്രിൻ്റർ എല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ടിങ്കർ സ്പേസ്. ടിങ്കർ സ്പേസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചി, കളമശ്ശേരി, നിയർ കുസാറ്റ് ആണ്. സോ whenever you guys are in Kusat, അല്ലെങ്കിൽ whenever you guys are in Kochi, do visit Tinker Space.